ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ സ്വന്തം പഴംപൊരി, അതായത് ഏത്തക്കപ്പം. നമ്മൾ കടകളൊക്കെ മേടിക്കുമ്പം നമുക്കൊരു ക്രഞ്ചിയായ ഒരു ടെക്സ്ചർ പുറത്ത് കിട്ടില്ലേ? അത് എന്താണെന്നറിയോ? അതിലുള്ള ചേരുവ ഒരു സ്പെഷ്യൽ സംഭവമാണ്. അതെന്താണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടാ. ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് മൈദ, അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, അത് ഏത്തക്കപ്പയുടെ രുചി അനുസരിച്ചിട്ടാട്ടോ, മഞ്ഞൾപ്പൊടി കളറിന്, പിന്നെ അത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഇഡ്ലി ദോശയുടെ മാവ്. അതായത് ഒരു ദിവസം പുളിക്കാൻ വെച്ച മാവ്. ഇത് ഇടുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ക്രഞ്ചി ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് പതിവ് പോലെ തന്നെ ഏത്തക്കപ്പം നമ്മൾക്ക് ആവശ്യമുള്ള സൈസ്, ഞാനത് കട്ട് ചെയ്യാണ്ട് മുഴുവനായിട്ടാണ് മുറിച്ച് മാവിലിട്ട് പൊരിച്ചുണ്ടാക്കാം. ഞാനിത് ശരിക്കും ഇന്നാല് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കടയിൽ പോയപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് അത് പഴംപൊരിക്ക്. അപ്പൊ എൻ്റെ നന്ദു മോന് ഭയങ്കര ഇഷ്ടമാണ്. ആ കടയിലത്തെ മാത്രമേ അവൻ കഴിക്കുള്ളൂ. ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഈ സീക്രട്ടായ ഒരു ചേരുവ ചേർക്കുന്നത് കൊണ്ടാണ് ആ ഒരു ക്രഞ്ചി ടെക്സ്ചർ വരണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ സാധാരണ മുട്ടൊക്കെ ഇട്ടിട്ടാ ചെയ്യാറ്, പക്ഷെ നമ്മൾ ശരിക്കും പ്യുവർ വെജായിട്ടാണ് ഇത് ഉണ്ടാക്കാം. ഒരു ദിവസം പുളിച്ച ഈ ഇഡ്ലി ദോശയുടെ മാവ് ഒരു 4-5 സ്പൂൺ ഇട്ട് ഈ മാവിലിട്ട് മിക്സ് ചെയ്ത്, വേറെ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ല ക്രിസ്പി ക്രഞ്ചി, പുറത്തും അകത്ത് നല്ല സോഫ്റ്റായ പഴംപൊരി കിട്ടും. അപ്പൊ നാളെ ഞായറാഴ്ച അല്ലേ, വൈകുന്നേരം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. മെനി മോർ വീഡിയോസ് ടു കം. ലവ് യു ആൾ. സീ യു സൂൺ. ബൈ.